ലെച്ചേഴ്സ് കണ്ണൻ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തേക്കണ ഷാള് ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ്. ലച്ചു ഇന്ന് ക്ലാസ് കഴിയല്ലേ? സന്തോഷമായോ? കണ്ണനോ? എന്താ സന്തോഷമാകാത്ത? എന്താ പറ്റുക? എന്താ പ്രശ്നം? 2 മാസം ലീവ്. കൂട്ടുകാരെ കാണാൻ പറ്റില്ല അല്ലേ? ഫ്ലൈവ് ടീച്ചറെ വീട്ടിൽ പോയി കാണാനാ? ഇന്നത്തോടെ ഇവിടെ നിൽക്കാല്ലേ വെച്ചു. ഇത് കഴിഞ്ഞല്ല കണ്ണാ? അത് കഴിഞ്ഞാൽ കണ്ണനും മറ്റേ ഓരോ രക്ഷയില്ല കളിക്കാനായിട്ട്. വണ്ടി വന്നു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി 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 കണ്ടോ? എങ്ങടെ പോണേ ലീലേച്ചി? എങ്ങടെ പോണേ? കാലത്ത് തന്നെ ലീലമ്മ പോളിസിയുടെ കാര്യമായിട്ട് ഇറങ്ങിയേക്കുക. അമ്മച്ചി ഇവിടെ വിറകിൻ്റെ പരിപാടിയായിട്ട് നിൽക്കുക. വിറക് കണ്ണനെ മറ്റേ സ്ഥിരം ടാറ്റ കൊടുക്കണ ബസ് വന്നു തുടങ്ങി. ടാറ്റ വന്നു തുടങ്ങി. സ്ഥിരം ടാറ്റ കൊടുക്കണം അല്ലേ ലച്ചാ? അപ്പം നമുക്ക് ഉച്ചത്തെ പരിപാടിയിലേക്ക് നോക്കാം. നമുക്ക് കുറച്ച് മീൻകറി വെക്കാം. അതുകൂടാതെ കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്യാം. ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെയുള്ള നമുക്ക് കറി. അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സോയാബീൻ വേവിക്കാനായിട്ട് വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത് വേവാനായിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സോയാബീൻ വേവിക്കാനായിട്ട് ഇതിൽ ഒരാൾ തിള വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അതിൽ കിടന്നത് വെന്തു റെഡിയാവും. ഇതിന് നമുക്ക് പിലോപ്പി കിട്ടിയത്. പിലോപ്പി സാധാരണ ഇവിടെ വറക്ക ചെയ്യാറ്. വറക്കാനായിട്ട് ഇന്നിപ്പോൾ ചാറ് കറിക്ക് സാമ്പാർ അച്ചാറിക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ എത്ര പിലോപ്പി കറി വെക്കുക ചെയ്യുന്നത്. ചാറ് കുറച്ചിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ അത് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഒക്കെ, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില. നമുക്ക് ഈ പിലോപ്പിയിലേക്ക് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഒന്നും ആവശ്യമില്ല. ഇഞ്ചിയുടെ ഫ്ലേവറാണ് നന്നായിട്ട് തിന്നു കഴിഞ്ഞാൽ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കൊരു എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് 2 മണി ഉലുവ പേരിന് ചേർക്കാം. അതിൻ്റെ ആ ഒരു മണം ഒന്ന് ഇല്ലാതിരിക്കാനായിട്ട് അതിലേക്ക് ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊന്ന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല മല്ലിപ്പൊടി, മസാല നമ്മുടെ സോയാബീൻ്റെ കാര്യമൊക്കെ മസാല ഉണ്ട്. കുറച്ച് മല്ലിപ്പൊടി സാധാരണ നമ്മൾ മുളക് പൊടിക്ക് ഇതിന് മീൻകറിക്ക് ഞാൻ ചേർക്കാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അതിലേക്ക് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ പിലോപ്പി ആയതുകൊണ്ട് പിലോപ്പിക്കൊരു എന്താ പറയുക, അങ്ങനെ കട്ടി കുറവായ. അപ്പം അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്തത്. മറ്റത് ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടിയുടെ കൂടെ തക്കാളി പേസ്റ്റ് ചേർക്കും. തക്കാളി ചുവന്നുള്ളിയുടെ പേസ്റ്റ് അത് ചേർക്കും. അപ്പം നമുക്ക് നല്ല കട്ടി ആവും, നല്ല കട്ടിയിൽ കിട്ടും. നമുക്കിനി ഒരു ദിവസം അങ്ങനെ ചെയ്യാം. അപ്പോഴത്തേനും നല്ല നന്നായി മൂത്തു. നമുക്കിതിലേക്ക് ഈ കുടംപുളി നമ്മുടെ വീട്ടിലുണ്ടായ ഇതാട്ടാ. നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ കൊടുത്തു ഞങ്ങൾ. ഇത് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഇനി തിളയ്ക്കണം. നന്നായി തിളച്ച് അപ്പോഴത്തേനും മുളക് മൂത്തതിൻ്റെ സിഗ്നലാണ് നമുക്ക് കിട്ടിയത്. അമ്മച്ചിയും ചുമച്ചു തുടങ്ങി.
അമ്മച്ചീനെയാണ് നമ്മൾ ക്യാമറാമാനായിട്ട് നിർത്തിയിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡില്ല, മൊബൈൽ വെച്ച് വയ്ക്കാനുള്ള സ്റ്റാൻഡില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ സോയാബീൻ തളച്ചിട്ടുണ്ട്, അതിപ്പോൾ ഓഫ് ചെയ്യുക. അത് അല്ലെങ്കിൽ വല്ലാണ്ട് ഇത് ഇങ്ങനെ വെന്ത് പോയി കഴിഞ്ഞ് കൊള്ളത്തില്ല. അപ്പോൾ നമ്മളിത് അധികം വേവാണ് നോക്കണം കേട്ടോ. അധികം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു രസം ഉണ്ടാവില്ല. നമുക്കിത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ അതേ കുടംപുളിയും ചിക്കൻ ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണം ഇടുക. അത് ഞാൻ പിലോപ്പിയുടെ തൊലി കളഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ ഇത് കുട്ടികൾക്ക് ഇഷ്ടമില്ല. അത് അമ്മ അതിൻ്റെ നേരം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയും, എൻ്റെ തൊലി കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ്. ചിലർക്ക് അവർ അത് തൊലി കളയാതെ വയ്ക്കുന്നവരുണ്ട്. നമുക്കിനി ഇതിരുന്ന് നന്നായിട്ടൊന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാവും. അടിയിൽ നിന്ന് വറ്റട്ടെ. ഇനി നമ്മുടെ സോയാബീൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഇത് നന്നായി പിഴിഞ്ഞ് നമുക്ക് അതിലേക്കുള്ളൊരു മസാല റെഡിയാക്കണം. മസാല മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. അപ്പം നമുക്കിതാ സോയാബീൻ ഞാൻ നന്നായി കഴുകി അത് അതിൻ്റെ വെള്ളം ഒരു ഇതുണ്ട്, എന്താ പറയുക, മക്കെന്നൊക്കെ പറയും, അത് ഞാൻ കളഞ്ഞ്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കുകയാണ്. വേപ്പില, പച്ചമുളക് ആവശ്യമുണ്ട് ഇടുക, പിന്നെ സബോള, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതായിരിക്കണം. ചതച്ചിട്ട് അതിൻ്റെ തൊലി അടക്കം ഇടണം. വെളുത്തുള്ളി തൊലി അടക്കം ഇതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉണ്ട്, ഓൾറെഡി അതിലുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലയും പിന്നെ കുറച്ച് അതും തുറന്നതമ്മ കുരുമുളക് പൊടിയുടെ അത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മളിതിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ബീഫ് ഫ്രൈ ചെയ്ത പോലെ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഞങ്ങളിത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഞാൻ എടുക്കും. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടും. സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടത്. അവർക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എരിവ് കുറയ്ക്കണം. എരിവ് കുറച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ജോവിൻ്റെ ആക്കിയിട്ട് ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സോയാബീൻ എടുത്ത് ഇടുക. ഇട്ടത് നന്നായി ഫ്രൈ ആവട്ടെ. കുട്ടികളുടെ സ്കൂള് അടയ്ക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്ന് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരിക്കും ഇന്ന്. കാരണം അവരുടെ ഇനി പുസ്തകങ്ങൾക്കൊക്കെ ഒരു വിശ്രമമായി. അവർക്കാണെങ്കിൽ ഇനി വിശ്രമമില്ലാത്ത ദിവസങ്ങൾ. ഇതവിടെ ഇരുന്ന് നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടി ഉള്ള മീൻ കറി. ചാറ് അധികം ഇല്ല. ചാറ് ഇവിടെ അച്ചായിക്കൊന്നും ചാറ് അധികം ഇഷ്ടമില്ല. ഏട്ടനാണെങ്കിൽ ചാറേ ഇഷ്ടം. ചാറ് നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വയ്ക്കുന്നത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളാണ്. മക്കൾക്ക് മീൻ വറക്കണത്. അപ്പം നമ്മുടെ ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഞങ്ങളെ ചാനലൊന്ന് വാച്ച് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നന്നായി ഡ്രൈ ആയി.
നമുക്കിവിടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് എല്ലാവരോടും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.